2022 ജനുവരി മാസം 10-ാം തീയതിയാണ് ഇടുക്കിയിലെ SFI പ്രവർത്തകൻ ധീരജ് കൊല്ലപ്പെടുന്നത്. സ്ഥലത്തുണ്ടായിരുന്ന 5 KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം 8 പ്രതികളാണ് പോലീസിന്റെ കുറ്റപത്രത്തിലുള്ളത്. 75ഓളം SFI പ്രവർത്തകരെ പിന്തുടർന്ന് ഓടിച്ച് അതിലൊരാളായ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇത്ര കേസ്. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ സത്യം മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എങ്കിലും പോലീസ് ഭാഷ്യം തന്നെ നമുക്ക് ഇവിടെ പരിശോധനയ്ക്കെടുക്കാം. ആ ദിവസങ്ങളിലെ SFI, DYFI, CPM പ്രചരണ ഭാഷ്യം ധീരജിന്റെ ഇടനെഞ്ചിൽ നിഖിൽ പൈലി നൽകിയ ഒറ്റ കുത്തുകൊണ്ട് കൊന്നുകളഞ്ഞു എന്നാണ്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചെറുതും വലുതുമായി 18 പരിക്കുകളുണ്ട്. അപ്പോൾ ബാക്കി 17 പരിക്കുകൾ എങ്ങനെ വന്നു എന്നുള്ളതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. 80 ദിവസം കൊണ്ട് പിണറായി വിജയന്റെ പോലീസ് കുറ്റപത്രം കൊടുത്ത ഒരു കേസാണിത്. പക്ഷേ 4 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ കുത്തിയ കത്തി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. പക്ഷെ ആ കേസിലെ ഫോറൻസിക് റിപ്പോർട്ട് കൊടുക്കാൻ 4 വർഷത്തിലധികം എടുത്തു എന്ന് പറയുമ്പോൾ ചില സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. കോളേജ് ക്യാമ്പസിനകത്ത് കടന്നു കയറിയ നിഖിൽ പൈലിയുടെ നേതൃത്വത്തിൽ ധീരജിനെ കുത്തി കൊലപ്പെടുത്തി എന്നാണ് ഇന്നും CPM നേതാക്കന്മാർ പറയുന്ന പച്ചക്കള്ളം. അന്നത്തെ പ്രിൻസിപ്പൽ തന്നെ കോളേജിനകത്ത് പുറത്തുനിന്ന് ആരും പ്രവേശിച്ചിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുള്ളതാണ്. കോളേജിൽ സെക്യൂരിറ്റിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. മാത്രമല്ല കോളേജ് കവാടത്തിൽ 30-ലധികം വരുന്ന പോലീസുകാരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. കാരണം അന്ന് കോളേജിൽ തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു. അപ്പോൾ കോളേജിനകത്തല്ല ധീരജിന് കുത്തേറ്റത് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ ഇടയില്ല. ഇനി കോളേജിന് പുറത്ത് SFIക്കാരും DYFIക്കാരും ക്യാമ്പസായി കണക്കാക്കുന്നത് കോളേജിന് പുറത്ത് 100-300 മീറ്റർ ദൂരെയുള്ള സ്ഥലം വരെയാണ്. എൻ്റെ വീട് മാത്രമല്ല അയൽവക്കക്കാരൻ്റെ വീടും പറമ്പും എൻ്റെ മുറ്റമാണ് എന്ന് ഞാൻ പറയുന്നത് പോലെയുള്ള ഒരു വാദമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. എങ്കിലും ധീരജിന് കുത്തേറ്റു വീണു എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പോലും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. അന്നത്തെ CPMന്റെ നേതാവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ആളുടെ കാറിലാണ് കുത്തേറ്റു വീണു എന്ന് പറയപ്പെടുന്ന ധീരജിനെ കൊണ്ടുപോയത്. 5 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കാറിൽ സഞ്ചരിച്ചപ്പോൾ 45 മിനിറ്റിലധികം എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് ഇത്ര ഗുരുതരമായി പരിക്കേറ്റ് ചോരയൊലിപ്പിച്ച് മരണവെപ്രാളത്തിൽ കിടക്കുന്ന ഒരു SFI പ്രവർത്തകനെ കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് താണ്ടേണ്ട ദൂരം 3/4 മണിക്കൂറിലധികം എടുത്ത് കാർ സഞ്ചരിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലത്രേ. പക്ഷേ ഈ കേസ് നടന്ന് 6 മാസത്തിനുള്ളിൽ ആ കാറ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന വ്യക്തി 1 ലക്ഷത്തോളം രൂപ നഷ്ടത്തിൽ വിറ്റ് കളഞ്ഞതിലും CPMകാർക്ക് ആർക്കും സംശയമില്ല. ധീരജ് കുത്തേറ്റ് വീണ സ്ഥലത്തെക്കുറിച്ച് 2 തരം അഭിപ്രായങ്ങളുണ്ട്. CPMകാർ ഇപ്പോഴും പറയുന്ന കോളേജിനകത്തെന്നും പോലീസിന്റെ കണ്ടെത്തൽ കോളേജിന് പുറത്ത് എന്നുമാണ്. ഈ 2 സ്ഥലത്തും ഫോറൻസിക് വിദഗ്ധരുടെ നിരന്തരമായ പരിശോധനയും പോലീസ് നായയുടെ ആഴ്ചകളോളമുള്ള പരിശോധനയും ഒക്കെ നടത്തിയിട്ടും അവിടെ ധീരജിന്റെ ഇടനെഞ്ചിൽ കുത്തേറ്റ് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് വന്ന രക്തത്തിന്റെ കറ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ കുത്തേറ്റത് മറ്റെവിടെ നിന്നോ ആണ് എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിലും പ്രധാനപ്പെട്ട സംശയം അന്നത്തെ SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന വിദ്യാർത്ഥി നേതാവ് അന്ന് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ധീരജിനെ കുത്തുന്നത് ഞാൻ കണ്ടു എന്നാണ്. അങ്ങനെ കണ്ടു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും മറ്റാളുകളോട് ആ വിവരം പങ്കുവെക്കുകയും ചെയ്ത SFI നേതാവ് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും പിന്നെ ഇപ്പോൾ അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്കും വരെ വളർന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഈ നേതാവിന്റെ മൊഴി രേഖപ്പെടുത്താതിരുന്നത്? പോലീസ് എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥി നേതാവിനെ ചോദ്യം ചെയ്യാതിരുന്നു? കോടതിയിൽ പോയി തന്റെ സഹപ്രവർത്തകനായ ധീരജിന്റെ വധക്കേസിൽ മൊഴി കൊടുക്കാൻ, സാക്ഷി മൊഴി കൊടുക്കാൻ ഈ SFI നേതാവ് എന്തുകൊണ്ട് മടിച്ചു? ഇതിനുള്ള ഉത്തരവും നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇത്രയും സ്തോഭജനകമായ ദൃശ്യം നേരിൽ കണ്ടു എന്ന് പറയുന്ന SFI നേതാവിന്റെ മൊഴിയെടുക്കാൻ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് അന്ന് തയ്യാറാകാതെ വന്നത്? അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അഭിപ്രായം പറഞ്ഞ SFI നേതാക്കന്മാരെ, പ്രവർത്തകരെ നിങ്ങൾ ഈ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട എന്ന് പറഞ്ഞ് മാറ്റിവിട്ടത് അന്നത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. എന്തുകൊണ്ടാണ് CPM നേതാക്കന്മാരും SFI നേതാക്കന്മാരും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിനെ തടഞ്ഞത്? നിഖിൽ പൈലി അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ശിക്ഷിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മൊഴി കൊടുത്ത മറ്റു 2 വിദ്യാർത്ഥികൾ കൂടിയുണ്ട്. അവർക്ക് കൂടി നിഖിൽ പൈലിൽ നിന്ന് നേരിട്ട് കുത്തേറ്റു എന്നാണ് മൊഴി കൊടുത്തത്.
അപ്പൊ ധീരജ് അടക്കം 3 SFI പ്രവർത്തകരെ നിഖിൽ പൈലി കുത്തി എന്നാണ് പറയുന്നത്. പക്ഷെ വൂണ്ട് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമ്പോൾ 3 പേരെയും ആക്രമിച്ചു എന്ന് പറയുന്നത് 3 തരം ആയുധം കൊണ്ടാണ്. അപ്പോഴെങ്ങനെയാണ് ധീരജനെ കുത്തിക്കഴിഞ്ഞ് മറ്റ് 2 SFI പ്രവർത്തകരെയും വേറെ വേറെ കത്തികളെടുത്ത് കുത്തുകയായിരുന്നു? നിഖിൽ പൈലി ഒരേ സമയം 3 കത്തി കൊണ്ടു നടന്നു എന്നാണോ CPMന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഷ്യം? മാത്രമല്ല, ധീരജിന് ശേഷം കുത്തേറ്റു എന്ന് അവകാശപ്പെട്ട് മൊഴി കൊടുത്ത 2 SFI പ്രവർത്തകർ ആ കോളേജിൽ നിന്ന് TC വാങ്ങിപ്പോയി. എങ്ങനെയാ പോയത്? ധീരജന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി CPM ബക്കറ്റ് പിരിവെടുത്ത തുകയിൽ നിന്ന് 5 ലക്ഷം രൂപ വെച്ച് കൈപ്പറ്റിക്കൊണ്ടാണ് ഈ SFI പ്രവർത്തകർ ആ കോളേജിൽ നിന്ന് TC വാങ്ങിപ്പോയത്. വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട SFIയുടെ ഈ പ്രവർത്തകർ തങ്ങളെ കൂടി നിഖിൽ പൈലി കുത്തി എന്ന് അവകാശപ്പെട്ടിട്ട് എന്തിനാണ് ആ കോളേജിൽ നിന്ന് TC വാങ്ങിപ്പോയത് എന്നുള്ള ചോദ്യവും ഇവിടെ അവശേഷിക്കും. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ആ 2022 ജനുവരി മാസം 10-ാം തീയതി ആ ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിച്ചതെന്ന് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അന്ന് KSU ആ ക്യാമ്പസിലെ യൂണിയൻ തിരിച്ചു പിടിച്ചിരുന്നു. കോളേജിലെ മെസ് ഫണ്ടിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയ SFI നേതാവിനെതിരെ കൂടി പ്രചരണം നടത്തിക്കൊണ്ടാണ് ആ ക്യാമ്പസിൽ KSUവിന്റെ പ്രചരണ പരിപാടികൾ നടത്തിയത്. അതിനെ തുടർന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം KSU ജയിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിക്രൂരമായിട്ടുള്ള അക്രമമാണ് SFIക്കാർ അഴിച്ചുവിട്ടത്. അത്രയും സമയം ക്യാമ്പസിന് മുമ്പിൽ കാവലുണ്ടായിരുന്ന 30-ലധികം വരുന്ന പോലീസുകാർ സ്വിച്ചിട്ട പോലെ അവിടുന്ന് അപ്രത്യക്ഷമായതും ഒരു അക്രമത്തിനുള്ള പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൗനസമ്മതമായിരുന്നു. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പരിശോധിച്ചാൽ കുറേ അധികം ചോദ്യങ്ങൾ ഉത്തരമില്ലാതാക്കപ്പെടും. ഈ സംഭവങ്ങൾക്ക് ശേഷം 5 വർഷത്തേക്ക് ആ ക്യാമ്പസിൽ KSUവിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെട്ടു. നിയമപരമായിട്ടല്ല, അവിടെ കൂടിയ നാട്ടുകൂട്ടത്തിന്റെ വിചാരണ പ്രകാരം. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രദേശത്തും ഓരോ സംഘടനകൾ എത്രയോ വട്ടം നിരോധിക്കപ്പെടണം. ഇതിന്റെ നൈതികതയെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ആ ക്യാമ്പസിലെ ധീരജ് എന്ന SFI പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തി എന്ന് SFIയും CPMും അവകാശപ്പെടുന്ന നിഖിൽ പൈലിയുടെ സഹോദരൻ അതേ ക്യാമ്പസിൽ തന്നെ പഠനം പൂർത്തീകരിച്ചു എന്നുള്ളത് ഒരു വിരോധാഭാസമല്ലേ? തങ്ങളുടെ സഹപ്രവർത്തകനെ കൊന്നുകളഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സഹോദരനെ ആ ക്യാമ്പസിൽ പഠിക്കാൻ അനുവദിച്ച വിശാല ഹൃദയരായിട്ടുള്ള SFIക്കാരെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നില്ലേ? അതിന് കാരണം ഇത്രയേ ഉള്ളൂ. വീട്ടിലിരുന്ന നിഖിൽ പൈലിയുടെ സഹോദരനെ കൂട്ടുകാർ ചെന്ന് വിളിച്ചു കൊണ്ടുവന്നതാ. പഠനം പൂർത്തീകരിക്കണം, ഞങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന് പറഞ്ഞു. SFIക്കാർ തടഞ്ഞാൽ മറ്റു പലതും ഞങ്ങൾ വിളിച്ചു പറയുമെന്ന് കൃത്യമായ സ്റ്റാൻഡ് എടുത്ത ആ കുട്ടികളാണ് നിഖിൽ പൈലിയുടെ സഹോദരന്റെ പഠനം തുടരാൻ സൗകര്യം ചെയ്തു കൊടുത്തത്. ഇത്രയും പറയാൻ കാരണം, നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇടുക്കി DCCയിലെ മെമ്പറായി തെരഞ്ഞെടുത്തതിൽ ചിലർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടത്രേ. അമിത ആദർശത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ടല്ല ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത്. ഒരു ചെറുപ്പക്കാരൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 10-80 ദിവസത്തോളം ജയിലിൽ കിടക്കുകയും അതിന്റെ പേരിൽ നിരന്തരമായി രാഷ്ട്രീയ വേട്ടയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ അത്തരം ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തുന്നതാണ് രാഷ്ട്രീയ ബോധ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്യാത്ത കുറ്റമെന്ന് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അഭിപ്രായം പറയുന്നത്. ആരാണ് കാരായി രാജൻ? തലശ്ശേരിയിലെ CPMന്റെ MLA. കൊലക്കേസിലെ പ്രതിയായതുകൊണ്ട് പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം കൊടുത്തു. മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ സുപ്രീം കോടതി വരെ ശിക്ഷിച്ച കുഞ്ഞനന്തൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഒരു കുഞ്ഞുറുമ്പിനെ പോലും പീഡിപ്പിക്കാത്ത മഹാമനുഷ്യനാണെന്നാണ് CPM നേതാക്കന്മാർ പറഞ്ഞത്. പെരിയ കൊലക്കേസിലെ കുഞ്ഞിരാമൻ എന്ന മുൻ MLA അതിന്റെ പേരിൽ ഒരു തരത്തിലും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. P ജയരാജൻ കൊലക്കേസിലെ പ്രതിയാണ്. ആരാ? പിണറായി വിജയൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, കൊലക്കേസിലെ പ്രതിയായിരുന്നു. അപ്പോ കാരായി രാജൻ മുതൽ പിണറായി വിജയൻ വരെയുള്ള 100 കണക്കിന് കൊലക്കേസ് പ്രതികൾ നയിക്കുന്ന CPMന്റെ നേതാക്കന്മാർ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ കള്ളക്കേസിൽ പ്രതിയാക്കപ്പെട്ട് നിരന്തരം ആക്ഷേപിക്കപ്പെട്ട് രാഷ്ട്രീയ പ്രതിയോഗികളാൽ വേട്ടയാടപ്പെടുന്ന നിഖിൽ പൈലിയെ DCC മെമ്പറാക്കുന്നതിൽ ആദർശത്തെക്കുറിച്ചൊന്നും ഒരുപാട് വേവലാതിപ്പെടേണ്ട. സംഘടനാപരമായ കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്തോളാം. നിങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന ധീരജിനെ കുത്തിയ കത്തി കണ്ടെത്താൻ 4 വർഷത്തിലധികം ആഭ്യന്തര വകുപ്പ് ഭരിച്ച പിണറായി വിജയന് സാധിക്കാതെ പോയതിൽ ചോദ്യം ചോദിക്കുകയാണ് SFI പ്രവർത്തകർ ചെയ്യേണ്ട ആദ്യത്തെ ഉത്തരവാദിത്തം. നിഖിൽ പൈലിയുടെ പാർട്ടി ഭാരവാഹിത്വമല്ല,
നിങ്ങളുടെ പ്രവർത്തകൻ കുത്തേറ്റു വീണ് മരിച്ചതിന് കാരണമായിട്ടുള്ള ആ കത്തി എവിടെ എന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ട് 4.5 വർഷക്കാലം ഫോറൻസിക് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്ന് അന്വേഷിക്കണം. 5 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ആശുപത്രിയിൽ 3/4 മണിക്കൂറിലധികം എടുത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കാർ എന്തുകൊണ്ട് വൈകി ഓടി എന്ന് പരിശോധിക്കണം. ആ കാർ 6 മാസത്തിന് ശേഷം 1 ലക്ഷം രൂപ നഷ്ടത്തിൽ വിറ്റത് എന്തുകൊണ്ടെന്ന് അന്വേഷിക്കണം. മാത്രവുമല്ല, നിഖിൽ പൈലി കുത്തി എന്ന് അവകാശപ്പെട്ട മറ്റു 2 വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ആ കോളേജിൽ നിന്ന് TC വാങ്ങിപ്പോയി എന്ന് അന്വേഷിക്കണം. SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന വ്യക്തി പിന്നീട് അഖിലേന്ത്യാ കമ്മിറ്റിയിൽ വരെ എത്തുന്ന കാലത്ത് ഒരു ഘട്ടത്തിൽ പോലും ആ കേസിൽ മൊഴി കൊടുക്കാൻ പോകാതിരുന്നത് എന്തുകൊണ്ടെന്ന് അന്വേഷിക്കണം. ആ ക്യാമ്പസിൽ പഠിച്ച കുട്ടികൾ പലരും മൂടിവെച്ച വാ കൊണ്ട് ഉറക്കെ പറഞ്ഞാൽ പല സത്യങ്ങളും പുറത്തു വരും എന്നുള്ളത് കൊണ്ട് നിഖിൽ പൈലി DCC മെമ്പർ ആയതിലെ രാഷ്ട്രീയം ചകയാൻ വന്നാൽ സ്വന്തം കാലിന് വെടിവെക്കുന്ന പണിയാണ് CPM എടുക്കുന്നതെന്നുള്ള ഒറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കുന്നു.